أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കുവാനുള്ള പരിശ്രമവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥന എന്നത്. ജീവിതത്തിന്റെ ഭാഗമാക്കും ഒരു വിശ്വാസി എന്നത്. പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നൽകുന്നതാണ് എന്ന ബോധ്യം ആ മനുഷ്യനുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നു ചേർന്നാൽ, ഞാൻ അള്ളാഹുവിനോട് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പ്രാർത്ഥിച്ചിരുന്നല്ലോ, എന്നിട്ടും അതെനിക്ക് വന്നു, അതിൽ എന്തെങ്കിലും ഒരു ഖൈറ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന ബോധ്യവും പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയും. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ഭൗതികമായ കുറെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ നിറവേറാൻ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ കാര്യം സാധൂകരിക്കും. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ, മക്കളുടെ കാര്യമാണെങ്കിൽ, കുടുംബത്തിന്റെ കാര്യമാണെങ്കിൽ വലിയ താല്പര്യത്തോടുകൂടി ആ കാര്യങ്ങളെല്ലാം പറയാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കുന്ന കുറെ ആഗ്രഹങ്ങൾ, ഈ ലോകവും പരലോകവുമായി ബന്ധപ്പെട്ട കുറെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ റബ്ബിനോട് പറയാറുണ്ടോ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും? അല്ലാഹുവേ, അതെനിക്ക് സാധൂകരിച്ചു തരണം, അല്ലാഹുവേ ഇന്ന കാര്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം, ഇന്ന ഇന്ന ആവശ്യങ്ങൾ എനിക്ക് വേണം എന്ന് റബ്ബിനോട് നാം പറയാറുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ പറയാറില്ല എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ, അപ്പോൾ നമുക്ക് റബ്ബിനെ കുറിച്ച് ഒരു സദ്വിചാരം നമുക്കില്ലേ? നമ്മൾ ചോദിക്കുന്നതൊന്നും തരാത്ത ഒരു റബ്ബിനെയാണോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്? നമുക്ക് കുറെ ആവശ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നല്ല ഒരു മനുഷ്യനാകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പൊ നല്ല ഒരു മനുഷ്യനാകണമെങ്കിൽ ഒന്ന്, അതിനുവേണ്ടി പരിശ്രമിക്കണം, രണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദുനിയാവിൽ ആയുസ് കഴിയുന്നതുവരെ ആരോഗ്യം നഷ്ടപ്പെടാതെ ആഫിയത്തോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. ആ ആഗ്രഹത്തിനു വേണ്ടി ഭൗതികമായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകും, ചെയ്യാത്തവരും ഉണ്ടാകും. എന്നാൽ നമ്മൾ നമ്മുടെ റബ്ബിനോട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതെല്ലാം മനുഷ്യന്റെയും ഒരു ആഗ്രഹമാണല്ലോ. അല്ലാഹുവേ, എനിക്ക് ആഫിയത്തുള്ള ശരീരം നൽകണം റബ്ബേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ആരോഗ്യം നീ നഷ്ടപ്പെടുത്തരുത് റബ്ബേ,
കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ട് നീ എന്നെ പ്രയാസപ്പെടുത്തരുത് റബ്ബേ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? മാരകമായ രോഗങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊന്നും ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നല്ല. അപ്പൊ നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ചോദിക്കാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ? നരകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇവിടെ തിരക്കുകൾക്കിടയിൽ വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. അപ്പോൾ റബ്ബിനോട്, അല്ലാഹുവേ നരകത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുത് റബ്ബേ, സ്വർഗം എനിക്ക് തരണം റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ഒരു ദിവസം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അയാൾ നരകത്തിൽ നിന്ന് മോചിതനാണ്. നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ സൗകര്യങ്ങൾ, ഭൗതികമായ വിഭവങ്ങൾ, നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ, ഒന്ന് സ്വസ്ഥമായി അവതരിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ അതിന് സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ നമുക്ക് ആഗ്രഹമല്ലേ ഉണ്ട്. പിന്നെ എന്താണ് നമ്മളത് പറയാൻ സമയം കണ്ടെത്താത്തത്? ഇപ്പൊ ജുമാ കഴിഞ്ഞു, നമ്മൾ സുന്നത്ത് നമസ്കരിച്ചു, അല്ലെങ്കിൽ നമസ്കരിക്കാത്ത ആളുകൾ. അപ്പൊ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ റബ്ബിനോട് പറയാൻ നമുക്ക് സമയമില്ലേ? അപ്പൊ നമ്മൾ അതിനും അപ്പുറം നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നാം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നതാണോ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ബോധ്യം? എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് എന്നതാണോ? അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് റബ്ബിനോട് കാര്യങ്ങൾ പറയുക, അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുക, അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത്. അത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. വിശ്വാസികളുടെ പ്രത്യേകത, അവർ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടുമൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് എല്ലാ സന്ദർഭത്തിലും. നമ്മൾ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങൾ, നമസ്കാരം കഴിഞ്ഞാൽ, ആരാധനകളുടെ സമയം, കിടന്നുറങ്ങാൻ പോകുന്ന നേരത്ത്, ഇപ്പൊ ഭാര്യയും ഭർത്താവൊക്കെ ഒന്നിച്ചു വേണമെങ്കിൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാം. കാരണം വലിയ പുണ്യമാണതിന്. 2 മിനിറ്റ് 3 മിനിറ്റേ ആവശ്യമുള്ളൂ. മനുഷ്യർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും. കാരണം ഇതൊക്കെ സൃഷ്ടിച്ച റബ്ബിന് എന്റെ ശരീരത്തിൽ എന്തോ ഒരു ചെറിയ തകരാറുണ്ട് എന്ന് ഡോക്ടർ സ്കാനിങ്ങിലൂടെ വിധി എഴുതിയത് മാറ്റാൻ എന്റെ റബ്ബിന് കഴിയും, എന്റെ റബ്ബിന് അതിന് സാധിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പടച്ചോനെ, ഈ ആകാശഭൂമികളൊക്കെ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, ഇതൊന്നും വെറുതെ നീ സൃഷ്ടിച്ചതല്ലല്ലോ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ. ഇത് നമ്മൾ റബ്ബിനോട് പറഞ്ഞാൽ മതി. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആളുകൾക്ക് കുറെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് സ്വീകരിക്കുമോ എന്ന ഒരു ആശങ്കയാണ് പല ആളുകൾക്കും. അത് അവരുടെ ഒരു അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു വിചാരമാണ്. ഈ ആശങ്കയെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർ വേഷവും ഭാവവും രൂപവും സ്വീകരിച്ചുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്നും പറഞ്ഞാല് പടച്ചോൻ സ്വീകരിക്കൂല, നിങ്ങൾ ഞങ്ങളോട് പറയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണം തരും, അല്ലെങ്കിൽ ഞങ്ങളെ മധ്യവർത്തികളാക്കും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഇന്ന ആളുകളെ, ജാറങ്ങളെ, മക്ബറകളെ, ദർഗങ്ങളെ നിങ്ങൾ നേരിട്ട് പറയാൻ മാത്രം നിങ്ങൾ യോഗ്യരല്ല എന്ന് പറയുന്നതിന്റെ കടക്കൽ വിശുദ്ധ ഖുർആൻ കത്തിവെക്കുകയാണ്. എന്നിട്ട് റബ്ബിനെ കുറിച്ച് റബ്ബ് പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, പ്രവാചകരെ എന്നെ കുറിച്ച് അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ അവരുടെ സമീപസ്ഥനാണ്, തൊട്ടടുത്ത് ഞാനുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ എന്നോടവർ പ്രാർത്ഥിക്കട്ടെ. എന്നോടവർ പ്രാർത്ഥിച്ചാൽ, എന്നിൽ അവർ വിശ്വസിച്ചാൽ ഞാൻ അവർക്ക് അതിന് ഉത്തരം നൽകും. അങ്ങനെ അവർ സന്മാർഗം പ്രാപിക്കുന്നവരാകട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ റബ്ബ് പറയണേ ഞാൻ അവരുടെ സമീപസ്ഥനാണ്.
ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എന്നോട് പറയുക, നിങ്ങൾ എന്നോട് ചോദിക്കുക. നമുക്ക് കുറെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളെല്ലാ ജുമാക്ക് ശേഷവും പ്രാർത്ഥിക്കുന്ന കുറെ പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. ദൗർഭാഗ്യങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. മോശം വിധികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. എന്റെ പരാജയത്തിൽ ശത്രുക്കൾ എന്നെ പരിഹസിക്കുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. എത്ര വലിയ ആശയമാണ്. അതാണ് അറബി പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ച് അതിന്റെ ആശയം അറിഞ്ഞാൽ കുറഞ്ഞ വാചകങ്ങളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അള്ളാഹുവിങ്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. അപ്പൊ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്ന സ്വഭാവം. അപ്പൊ നമസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു 10 പ്രാർത്ഥനകളാണ് നമ്മൾ പറയുന്നത് എങ്കിലും അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബേ. അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ റബ്ബിനോട് വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പ്രാർത്ഥനയുടെ ഒരു നിയമമാണ്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ റബ്ബിനോട് താഴ്മയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി വളരെ പതുക്കെ നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്ന ആളുകളെ റബ്ബിന് ഇഷ്ടമില്ല. കാരണം ഈ അതിര് കവിയുന്നത് മനുഷ്യരെ അഹങ്കാരത്തിലേക്ക് എത്തിക്കും. അത് പ്രാർത്ഥനയിലും എത്തിക്കും, ആരാധനയിലും എത്തിക്കും. ആളുകളൊന്ന് കേൾക്കട്ടെ, ആളുകളൊന്ന് കാണട്ടെ, അത് വലിയ ബോക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഏർപ്പാടാക്കി അതൊരു വാർഷികമായി, അപ്പൊ അതിന്റെ ഉദ്ദേശം മാറും. അതുകൊണ്ട് ഖുർആൻ പറയണേ, നിങ്ങൾ അങ്ങനെ ചോദിക്കണ്ട. നിങ്ങളുടെ റബ്ബിനോട് വളരെ താഴ്മയോടെ, റബ്ബിന്റെ മുന്നിലാണ്, വളരെ താഴ്മയോടെ റബ്ബിനോട് നിങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചോദിക്കുക. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നിൽ നിന്ന് ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉറക്ക ചില ആളുകൾ സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല, അങ്ങനെയൊന്നും ചില ആളുകൾ അറിയാതെ പറയുന്നതായിരിക്കും. അതൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. ഇപ്പൊ നമ്മൾ 2-3 സ്വഫ് നിസ്കാരത്തിന് ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ എന്നും വന്നിട്ട് അയാൾ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ റബ്ബനാ ലക, ഒരു ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥതയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. റബ്ബിനോട് താഴ്മയോടെ മനസ്സിൽ തട്ടി റബ്ബിനോട് പറയാ. അതിന് കവിയേണ്ടതില്ല. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ വളരെ നല്ല രൂപത്തിൽ സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജനങ്ങൾ സഞ്ചരിക്കുന്നതിനിടയിൽ, താമസിക്കുന്നതിനിടയിൽ പിന്നെ നിങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അതെന്താണ്? ഈ പ്രാർത്ഥനയുടെ ഇടയിൽ പടച്ചോൻ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം, ഇനിയും പ്രാർത്ഥനയെ കുറിച്ചാ പറയുന്നത്. അതിന്റെ കാരണം ഈ ഭൗതിക ലോകത്തും സാമൂഹിക ബന്ധങ്ങളും ഇതൊക്കെ മനുഷ്യൻ ശ്രദ്ധിക്കണം എന്നാണ്. ഭയങ്കര പ്രശ്നമായി ജീവിക്കുക, വെറും കച്ചറക്കാരൻ, ഭയങ്കര പ്രശ്നക്കാരൻ, ആളുകളെ ചതിച്ചു വഞ്ചിച്ചാകെ ഫസാദോടുകൂടി ജീവിക്കുക, അതിന്റെ ഇടക്ക് പള്ളിക്ക് വരിക, പിന്നെ നിസ്കരിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, പറ്റൂല. അങ്ങനെ ജീവിച്ചിട്ട് വെറുതെ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന്റെ യാതൊരു ഗുണങ്ങളും ഇല്ലാതിരിക്കുക എന്നത് പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ അതിന്റെ ഇടയ്ക്ക് അത് പറഞ്ഞത്. ഭൂമിയിൽ വളരെ സമാധാനത്തോടുകൂടി പോകുന്ന ഒരു ജനപദത്തിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഭയത്തോടുകൂടി പ്രാർത്ഥിക്കുക, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക. അതിൽ ബാലൻസിങ് വേണം. അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്തൊരു ബോധം. എന്നാലോ പ്രതീക്ഷയും വേണം. പ്രാർത്ഥിച്ചു നോക്കുക, കിട്ടിയാ കിട്ടി, പോയ ഒരു പ്രാർത്ഥനയല്ലേ, അങ്ങനെ വിചാരിക്കാനേ പാടില്ല. കുറെ കാലമായി ഇങ്ങനെ പ്രാർത്ഥിക്കണേ, എന്താ കുറെ പ്രാർത്ഥിച്ചിട്ട്. അത് നമ്മൾ അങ്ങനെ പല മനുഷ്യർക്കും തോന്നാനുള്ള കാരണം എന്താ അറിയോ? ഇത്രയും കാലം കിട്ടിയതൊക്കെ എന്റെ സാമർത്ഥ്യം കൊണ്ടാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. എന്താ കാരണം? എന്താണ് ഒരു മനുഷ്യനും വിചാരിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഫളല്, അള്ളാഹുവിന്റെ അനുഗ്രഹം.
അത് മാത്രം മതി ഒരു മനുഷ്യൻ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാൻ. നല്ല 3 മക്കളുണ്ട്, 3 മക്കൾക്ക് ഒരു കുഴപ്പമില്ല. എന്താ കാരണം? അള്ളാഹുവിന്റെ ഫضല്. മക്കളെ കണ്ടിട്ടില്ല ഇങ്ങനെ 15ഉം 20ഉം വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിയില്ലാതെ 10ഉം 40ഉം 50ഉം വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ട്. അജണ്ട, ജീവിതത്തിലെ അജണ്ട എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി മാത്രമായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഫضല്. കഞ്ഞി കുടിച്ചു പോകാൻ, ഭക്ഷണം കഴിക്കാൻ, വസ്ത്രമുടുക്കാൻ, ആരോഗ്യത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയുന്നു. എന്താ കാരണം? അള്ളാഹുവിന്റെ ഫضല്. അപ്പൊ കിട്ടിയിട്ടില്ല എന്ന തോന്നൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാനേ പാടില്ല. അള്ളാഹു തന്നതാണ് ഈ ജന്മം, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഖുർആൻ പറയാണ്, നിങ്ങൾ പ്രതീക്ഷയോടെ ഭയത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ സത്വൃത്തരായ ആളുകൾക്ക് തൊട്ടടുത്തുണ്ട്, കുറെ ദൂരല്ല, അടുത്തുണ്ട്. ചോദിക്കേണ്ട താമസമേ ഉള്ളൂ, അള്ളാഹു നൽകും. നമുക്കൊക്കെ അങ്ങനെ അള്ളാഹു നൽകിയതാണ്. അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന നാട്, നമ്മുടെ ജില്ല, നമ്മുടെ ഈ പ്രദേശങ്ങൾ, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ ചെറിയ പ്രായമുള്ള നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ഒരു 15 കൊല്ലം മുമ്പ്, ഒരു 20 കൊല്ലം മുമ്പ്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ നാടുകാണി വഴിക്കടവ് വഴി ഇങ്ങനെ കയറിയ അവിടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം എന്താണ്? നമ്മുടെ കേരളത്തിൽ അങ്ങനെ കുറച്ച് സ്ഥലത്ത്, ബീഹാർ, ബംഗാൾ, ആസാം ഒക്കെ പോയി കഴിഞ്ഞാൽ അതും മനുഷ്യരാണല്ലോ. നമ്മേക്കാൾ ആരോഗ്യം അവർക്കുണ്ട്. പല സ്റ്റേറ്റിലും നമ്മളെക്കാൾ സൗന്ദര്യമുള്ള ആളുകളാണ് അവർ, അല്ലെ? എന്തേ നമുക്ക് ഇങ്ങനെ പടച്ചു അങ്ങനെ കുറെ സംഗതി തന്നത്? അത് തന്നത് നമ്മുടെ ഉപ്പാര്, നമ്മുടെ വല്യപ്പാരോടൊക്കെ പ്രാർത്ഥിച്ചാണ്, പടച്ചോനെ ഞങ്ങളെ മക്കൾക്ക് അത് നൽകണം, ഇത് നൽകണം. എത്ര സ്ത്രീകൾ ഒരു 18-19 വയസ്സായ മതി, ഏത് നല്ല ജോലിയുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല കുടുംബത്തിൽ പറഞ്ഞ ചെക്കന്മാര് എവിടെ പോയി പെണ്ണെട്ടാൻ റെഡിയാണ്. എന്നാ കുറച്ചു കാലം മുമ്പ് സ്ത്രീകളുടെ വിവാഹത്തിന്റെ അവസ്ഥ എന്താ? കൊടുക്കൊക്കെ കെട്ടിച്ചു വിട്ടീന്, എത്രാമത്തൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരാനുള്ളത് അള്ളാഹുവിന്റെ അടുത്തുണ്ട്, അള്ളാഹു അത് നൽകും എന്നാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ചോദിക്കണം, റബ്ബിനോട് നമ്മൾ ചോദിക്കണം എന്നതാണ്. രണ്ടാമത്തേത് നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്. ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് നമുക്ക് നൽകും. അതിന് നമുക്ക് ആ ഉറച്ച വിശ്വാസം വേണം. അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് റബ്ബിനോട് നമ്മൾ അത് ചോദിക്കേണ്ടത്. എനിക്ക് റബ്ബ് അത് നൽകും. അങ്ങനെ നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടി? അള്ളാഹു നൽകി. ചിലതൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് റബ്ബ് നൽകിയതെന്ന് നമുക്ക് തോന്നില്ല. എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ പഠനം കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ കോച്ചിങ് ക്ലാസ് കൊണ്ട്, എന്റെ കാഴ്ചപ്പാട് കൊണ്ട് നാളെ വിചാരിക്കുക, അല്ല, റബ്ബ് നൽകിയതാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്റെ റബ്ബ് എനിക്കതിന് ഉത്തരം നൽകും. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഅലമു, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധയോടുകൂടിയുള്ള മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അങ്ങനെയല്ല, നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. എന്താണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയണം, നമ്മൾ എത്ര കാര്യങ്ങൾ ഈ ദുനിയാവിൽ അറിഞ്ഞു, മൊബൈലിന്റെ ഉപയോഗം നമ്മൾ അറിഞ്ഞു, നമ്മൾ താല്പര്യമാണല്ലോ. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്താണ്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാല് എന്താണ്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാല് എന്താണ്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മൾ പറയണം. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. പടച്ചോനെ, നീ എനിക്ക് പുറത്തു തരണം റബ്ബേ, എന്നോട് നീ കരുണ കാണിക്കണം റബ്ബേ, എന്നെ നീ സന്മാർഗത്തിലാക്കണം റബ്ബേ, എന്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റബ്ബേ, എനിക്ക് നീ ഉപജീവനം നൽകണം റബ്ബേ എന്നൊക്കെ നമ്മൾ റബ്ബിനോട് പറയുന്നുണ്ട്. ആ പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം. അശ്രദ്ധമായ മനസ്സിൽ നിന്നുള്ളത് അള്ളാഹു കേൾക്കൂല എന്നാണ്. അള്ളാഹു കേൾക്കൂല. നമ്മൾ വെറുതെ അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞിടുക, കേട്ടാ കേൾക്കട്ടെ, കേട്ടില്ലേ കേൾക്കണ്ട, കേൾക്കൂല. ശരിക്കും ഇപ്പൊ റബ്ബിനോടൊരു കാര്യം പറയണം, സോനെ ഇന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടണം. നമ്മൾ ഇവിടെ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ, മകന് അഡ്മിഷൻ വേണം, അതിനൊരു സീറ്റ് വേണം, ഒരാളോട് പോകണം, എത്ര ഉഷാറായിട്ടാ പോണേ,
എത്ര നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതണം, എത്ര പ്രാവശ്യം ആലോചിച്ചിട്ടാണ് എഴുതുന്നത്, എവിടെയാണ് അതിന്റെ സൈൻ വെക്കണത്, എവിടെയാണ് അതിന്റെ സീല് വെക്കണത്. അപ്പൊ നമ്മൾ ദുനിയാവിലെ ഒരു കാര്യത്തിനു വേണ്ടി നാം ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴുള്ള ശ്രദ്ധ എത്രയുണ്ടോ അതിനേക്കാൾ ശ്രദ്ധ അള്ളാഹുവിനോട് ഒരു കാര്യം പറയുമ്പോ നമുക്ക് വേണം. അതുകൊണ്ട് ഉത്തരം നൽകും, എന്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസം. റബ്ബിനോടൊരു കാര്യം പറയുമ്പോൾ ആ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അശ്രദ്ധമായ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല. വെറുതെ അങ്ങനെ പറയുന്നത് അള്ളാഹു കേൾക്കുകയില്ല. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ സുന്ദരമായ പേരുകൾ, നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. ചില ആളുകളൊക്കെ അല്ലാഹുവിന്റെ സുന്ദരമായ നാമങ്ങളെ തൊട്ട് അപഹസിക്കുന്നവരും പരിഹസിക്കുന്നവരും, അതിനെ നിങ്ങൾ വിട്ടേക്കുക. അങ്ങനെ ഉണ്ടല്ലോ, പടച്ചോനെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇറക്കുന്നവർ, അള്ളാഹുവിന് വേറെ പേര് നൽകി ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ഇങ്ങനെ അള്ളാഹുവിന്റെ കഴിവുകളെ നിരാകരിക്കുന്നവർ. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമുക്ക് എന്തിനാ വലിയ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ പ്രബോധന മേഖലയിൽ ഉറച്ചു നിൽക്കും, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. പക്ഷെ ആകെ പിരാന്താകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകെ ഈ ദുനിയാവ് മാത്രം ഉണ്ടെന്ന് വിചാരിക്കുന്നവനെ ആകെ അസ്വസ്ഥനായി നടക്കുകയാണ്. അപ്പൊ എന്താ വിചാരിക്കണ്ടേ? ഓല അങ്ങനെ വിളിച്ചോട്ടെ, അവരങ്ങനെ പറഞ്ഞോട്ടെ. അങ്ങനെ പടച്ചോൻ ഇതിനൊന്നും ശിക്ഷ വിടുന്ന തന്നെ ഇറങ്ങൂല. അങ്ങനെ ഇറങ്ങാണ്. ഇപ്പൊ എവിടൊക്കെ ശിക്ഷ ഇറങ്ങാനുള്ള സമയമായി? ഇറങ്ങൂല. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. അള്ളാഹു പറയുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോശത്തരങ്ങൾ, അള്ളാഹുവിന്റെ സുന്ദരമായ നാമങ്ങളെ പരിഹസിക്കുന്ന ഈ പരിഹാസത്തിന് നാളെ പരലോകത്ത് അള്ളാഹു നൽകും. അവിടെ നൽകും. കാരണം പരലോകം എന്ന ലോകമുണ്ട്. അപ്പോൾ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതിൽ വിശ്വസിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അതിലെ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അപ്പൊ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ റഹ്മാൻ, റഹീം, ഗഫൂർ, വദൂദ്, ഗഫാർ എന്നൊക്കെ പറഞ്ഞ് കുറെ, സമീഅ്, ബസീർ എന്നൊക്കെ പറഞ്ഞ് കുറെ നാമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ റഹ്മാനായ റബ്ബേ, റഹീമായ പടച്ചവനെ, ഗഫൂറായ റബ്ബേ എന്നൊക്കെ പറഞ്ഞ അള്ളാഹുവിന്റെ നാമങ്ങൾ. അപ്പൊ പാപങ്ങൾ പൊറുക്കാനുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഗഫൂറും ഗഫാറുമായ പടച്ചവനെ, എനിക്കെന്റെ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. അപ്പൊ 3 മലയാളമാണെങ്കിൽ തന്നെ 3 അള്ളാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ നമ്മൾ ചേർത്തു. അങ്ങനെ ഓരോ കാര്യത്തിനും റാസിഖായ പടച്ചവനെ, നീയാണല്ലോ ഉപജീവനം നൽകുന്നത്. അള്ളാഹുവേ, എന്റെ ഉപജീവനത്തെ നീ വിശാലമാക്കണം റബ്ബേ. അപ്പൊ നമ്മൾ അതിന്റെ അസ്മാഉ സിഫാത്ത് ചേർത്തി. അപ്പൊ നമ്മൾ അസ്മാഉ സിഫാത്തുകളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കുക, അതിനെക്കുറിച്ച് അറിയുക. അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലെ ഒരു ഗുണമാകണം റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല കുറെ സമയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ആഴ്ചകളിലൊക്കെ സൂചിപ്പിക്കാം. അപ്പൊ നമ്മൾ സുബഹി ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരാളാകണം. അപ്പൊ നമ്മള് നിസ്കാരം കഴിഞ്ഞ് ഒരു ദിവസം തുടങ്ങണം. അങ്ങനെ നമ്മൾ നേരെ എഴുന്നേറ്റ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ബാത്റൂമിലൊക്കെ പോയി ഉദുവെടുത്ത് നമ്മൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം തുടങ്ങണം. എന്തൊക്കെ ഒരു സംഗതി ആ ദിവസം വരാണ്ട്. ആ സലാം വീട്ടിക്കഴിഞ്ഞാല് നമ്മൾ റബ്ബിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അറബിയിലും മലയാളത്തിലൊക്കെ പറഞ്ഞ് ആ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമ ഉണ്ടാവും. എന്ന് മാത്രല്ല, നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളാവുമ്പോ നമുക്ക് എന്റെ നിഅമത്തുകളൊക്കെ എന്റെ റബ്ബ് നൽകിയതാണ് എന്ന ബോധ്യം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകും. അങ്ങനെ പ്രാർത്ഥന എന്ന ആ ഗുണം ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.